സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ വെക്കേഷൻ തീർന്നു. അതായത് വെക്കേഷൻ ആവാറായി തീരാറായി എന്നൊക്കെ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പം ശരിക്കും വെക്കേഷൻ തീർന്നു. സോ നാളെ മുതൽ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ കുറേ ആൾക്കാർ ഓൾറെഡി ബാക്ക് ടു സ്കൂൾ പ്രെപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാരൊക്കെ തീർന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ബട്ട് ഈസ്റ്റ് ഓർ വെസ്റ്റ്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ അടുത്ത സ്കൂൾ ഇയറിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആണ്. ഐ മീൻ വെറുതെ അല്ലല്ലോ നിങ്ങൾ എന്നെ അരിചേച്ചി എന്ന് വിളിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ബിഗ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു 15 പോയിന്റ്സ് ആണ് പറയുന്നത്. അങ്ങനെ വലിയ പോയിന്റ്സ് ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ ആ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ മറക്കാൻ പാടില്ല. സോ ലാസ്റ്റ് അക്കാഡമിക് ഇയറിൽ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് സ്കൂൾ പ്രെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. കാരണം അതിൽ കുറേ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള 2-3 പോയിന്റ്സും കൂടെ ഉണ്ട്. ഓൾറെഡി ഈ വീഡിയോ ഇടാൻ നല്ല ലേറ്റ് ആയിരുന്നു. സോ സമയം ഒട്ടും കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇസ് ടു ക്ലീൻ യുവർ സ്പേസ്. ഞാനൊരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയാം, ഡീക്ലട്ടേർഡ് റൂം ഈക്വൽ ടു ഡീക്ലട്ടേർഡ് മൈൻഡ്. നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ്, നമ്മുടെ ബെഡ്റൂമും നമ്മുടെ മൈൻഡും ഡയറക്ട്ലി കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ റൂം എപ്പോഴും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വിൽ ബി അണ്ടർ കോൺസ്റ്റന്റ് സ്ട്രെസ് ആൻഡ് ഓവർവെൽമിംഗ് ഫീൽ. വേറൊന്നുമല്ല, വിഷ്വലി നമ്മൾ ക്ലട്ടേർഡ് ആയിട്ടുള്ള റൂം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ സിഗ്നൽസ് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട്, കുറേ വർക്ക് ചെയ്യാനുണ്ടെന്നൊക്കെ. നമ്മളാണെങ്കിൽ എവിടെ വൃത്തിയാക്കണ, കുറേ കാലം നമ്മുടെ ബ്രെയിൻ ഇതേ തന്നെ ആലോചിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് ഫ്രൈ ആവും. പിന്നെ അങ്ങോട്ട് ബ്രെയിനിന് പുതിയ ടാസ്കുകൾ ഏറ്റെടുക്കാനോ പുതിയ കാര്യങ്ങളോ കംപ്ലീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാതാവും. കാരണം ഓൾറെഡി ബ്രെയിൻ ഫുള്ളി ലോഡഡ് ആണ്. നമ്മൾ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ഫീൽ വരുന്നൊക്കെ പറയാറില്ല. അതിന്റെ റീസൺ ഇതന്നെയാണ്. റൂം ഡീക്ലട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡും ഡീക്ലട്ടർ, നമ്മുടെ സ്പേസ് ക്ലീൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കണ്ട. ആൻഡ് അടുത്ത കാര്യം ഈസ് ടു സെറ്റപ്പ് എ സ്റ്റഡി ഏരിയ. നിങ്ങളിൽ പല ആൾക്കാർക്കും ഓൾറെഡി ഒരു സ്റ്റഡി ഏരിയയും ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ടേബിളിന്റെ മുകളിൽ നിന്നുള്ള എല്ലാ സാധനവും എടുത്ത് മാറ്റുക, വൃത്തിയാക്കുക, നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി അങ്ങനെ ഒരു സ്റ്റഡി ഏരിയ ഇല്ലാന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ടേബിൾ കിട്ടുമോ നോക്കുക. ഈവൻ അത് പഴയതാണെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്കൊരു മേക്ക് ഓവർ കൊടുത്താൽ പോരെ. അങ്ങനെ ടേബിൾ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഒരു കോർണറിലിട്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കും. ഇനിയിപ്പോൾ അങ്ങനെ ടേബിൾ കിട്ടിയില്ല, ടേബിൾ ഇല്ലാന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, റൂമിൽ ഏതെങ്കിലും ഒരു ഏരിയ ജസ്റ്റ് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കുക. അതായത് ബുക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ഏരിയ ആക്കി മാറ്റുക. അങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടും. ബൈ ടേബിളിലായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഏരിയയിലായി കഴിഞ്ഞാലും കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അതിന്റെ മുകളിൽ വെക്കാതിരിക്കുക. വളരെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് തെന്നി മാറും. അത് പിന്നെ അങ്ങനെയാണല്ലോ, പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജേർണലിങ്ങും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുള്ള തോര വരുമല്ലോ. ആൻഡ് അടുത്തതായിട്ട് ക്ലീൻ യുവർ സ്കൂൾ ബാക്ക്പാക്ക്. പുതിയൊരു വർഷത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ബാഗ് ആയിരിക്കും ഉണ്ടാവുക. പുതിയ ബാഗ് ആണെങ്കിൽ ബാഗിനകത്തുള്ള ടാഗും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് കുട്ടാപ്പിയാക്കി എടുക്കുക. ആരെങ്കിലും ബാഗ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ലതാട്ടോ. ഈ ഫ്രണ്ടിലുള്ള സ്റ്റിക്കർ ഒന്ന് പറിച്ചു കളഞ്ഞാൽ മതി, ബാക്കി കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല, കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ബാഗ് ആണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി അതിന് സമയമില്ലെങ്കിൽ നല്ല നനച്ച തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. നോട്ട് ദ പോയിന്റ്, പുറത്ത് മാത്രമല്ല ഉള്ളിലും നല്ലപോലെ തുടച്ചെടുക്കണം. എന്തായാലും കഴിഞ്ഞ വർഷം എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉള്ളിൽ ഉണ്ടാവും, ആ സാധനമൊക്കെ എടുത്ത് പുറത്തിടുക. ബൈ ദ ബൈ, ഇത് പുതിയ ബാഗ് ആട്ടെ, ഡെമോയ്ക്ക് വേണ്ടി കുറച്ച് വേസ്റ്റ് ഇട്ടതാ. അടുത്തതായിട്ട് ക്ലീൻ യുവർ സ്കൂൾ സപ്ലൈസ്. ഇപ്പൊ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. ഇനി നമ്മുടെ കയ്യിൽ ജാമ്പവാന്റെ കാലം മുതലുള്ള കുറേ പെന്നും പെൻസിൽ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വല്ല 10th +1 ഒക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ യൂസ് ചെയ്ത പെന്നും പെൻസിലൊക്കെ ഇരിക്കുന്നുണ്ട്. വർക്ക് ആവുന്നില്ല, ഒരു കാര്യമില്ല, ഒരു മനസ്സും. എന്നാലേ ഈ വർഷം ആ പരിപാടി വേണ്ട. പെന്നും പെൻസിലും മാർക്കറും എല്ലാം എടുത്തോണ്ട് വരാ. എന്തൊക്കെ വർക്ക് ആവുന്നുണ്ട്, എന്തൊക്കെ വർക്ക് ആവുന്നില്ല നോക്കുക. വർക്ക് ആവുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കുക, ബാക്കിയുള്ളതൊക്കെ കളയുക. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുറെ സാധനങ്ങളൊക്കെ വലിച്ചു വരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പിന്നെ ഫ്രൈ ആവും, പിന്നെ അത് വർക്ക് ആവില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു സെറ്റ് ഞാൻ റിവ്യൂവിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഈ ഒരു സെറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം സ്കൂളിൽ നമുക്ക് ആവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും. ഇത് മറ്റേ കുറെ കളേഴ്സിൽ എഴുതാൻ പറ്റുന്ന മറ്റേ കളർ പെൻ. പിന്നെ അടുത്തത് ഇത് കാണുമ്പോൾ നിങ്ങൾ പെന്നാന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ഇത് പെൻസിലാണ്. കുറേ കാലം നീണ്ടു നിൽക്കോട്ടെ, നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു റബ്ബറും കൂടെ ഉണ്ട്. പിന്നെ ഇത് ഒരു പിങ്ക് കളർ മാർക്കറാണ്. ഞാൻ പിങ്ക് കളർ സെറ്റാണ് വാങ്ങിച്ചത്, അപ്പൊ പിങ്ക് കളർ മാർക്കറാണ് കിട്ടിയത്. പിന്നെ ഒരു പെന്നും ഉണ്ട്, ഇതേപോലത്തെ ഒരു പേപ്പർ കട്ടറും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റബ്ബറാണ്. ഉള്ളിൽ ഒരു ചെറി ബ്ലോസത്തിന്റെ ഒരു കുഞ്ഞു ഫ്ലവറും വരുന്നുണ്ട്. ക്യൂട്ട് അല്ലേ? ഇതെന്താ സാധനം എന്ന് എനിക്ക് ആദ്യം പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, സംഭവം വൈറ്റ്നർ ആണ്. ഈ ഒരു സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് ആണ്. അപ്പൊ ഇതിന്റെ ലിങ്കും കൂടെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് തിങ്, പ്രിപ്പയർ യുവർ ബാഗ് ആൻഡ് പൗച്ച്. ഈ ഒരു കാര്യം ഇന്ന് മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നമുക്ക് ക്ലാസ് എപ്പോഴൊക്കെ ഉണ്ടോ അതിന്റെ തലേ ദിവസം മറക്കാതെ ചെയ്യാം.
പുതിയ ബുക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടോ, നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ടോ, ഉള്ളിൽ പേര് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഡയറിയും അല്ലാതെ നമുക്കൊരു പേഴ്സണൽ നോട്ട്ബുക്കും കൂടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോട്ട്ബുക്സും ഡയറീസ് ഒക്കെ നമ്മുടെ സ്കൂൾ പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു നോട്ട്ബുക്ക് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്കൂളിൽ നമുക്കൊരു ഫ്രീ പീരീഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് ഈ ഒരു നോട്ട്ബുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഉള്ള ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ചെയ്യാം. ചെറുപ്പം മുതലേ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ടോക്കിംഗ് അബൌട്ട് പൗച്ചസ്, ഞാൻ കുറച്ച് അടിപൊളി പൗച്ചസ് കാണിച്ചു തരാം. ഇതൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വേണ്ടി കാണിക്കുന്നതാണ്. ഈ കാണിക്കുന്ന 4 പൗച്ചസും അത്യാവശ്യം നല്ല വലിയ പൗച്ചസ് ആട്ടോ. അതായത് പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഡിഫറെന്റ് സെഗ്മെന്റ്സും കാര്യങ്ങളും വരുന്ന പൗച്ചസ് ആണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൗച്ചസിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. 2 പെന്ന്, ബ്ലാക്കും ബ്ലൂ ആണെങ്കിൽ നല്ലത്. പിന്നെ 2 പെൻസിൽ, ഷാർപ്പൻ ചെയ്യാൻ മറക്കണ്ട. ഇതിപ്പോ ഞാൻ തൽക്കാലം കയ്യിൽ പെൻസിലൊന്നും കാണാത്തോണ്ട് കളർ പെൻസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താട്ടോ. അടുത്തതായിട്ട് വേണ്ട ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് റബ്ബർ, ഷാർപ്പനർ, റൂളർ. സ്കെയിൽ കൊണ്ടുപോകുന്ന ടൈമിൽ ലോങ് സ്കെയിൽ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ക്യാരി ചെയ്യാനുള്ള ഒരു പാട് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും യൂസ്ഫുൾ ഇതായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ബാഗിനകത്ത് അങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഇതല്ലാതെ വേറെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ വേണം, പിന്നെ സ്റ്റിക്കി നോട്ട് വേണം, ഗ്ലൂ വേണം, പിന്നെ വൈറ്റ്നേഴ്സ്, ബൈൻഡർ ക്ലിപ്പ് ഓർ പേപ്പർ ക്ലിപ്പ്, പിന്നെ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ വാഷി ടേപ്പ്, ഹൈലൈറ്റേഴ്സ്, സ്റ്റാപ്ലേഴ്സ്, സിസേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ജോമെട്രി ബോക്സും കൂടെ വേണം. അത് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. അതും കൂടെ എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ബാഗും പൗച്ചും സെറ്റായി. അടുത്ത സാധനം നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ക്രിയേറ്റ് എ ക്യൂട്ട് ടൈം ടേബിൾ. സോ നമുക്കൊരു DIY ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. യൂഷ്വലി പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ഡയറി കിട്ടും. ആ ഒരു ഡയറിയുടെ പിന്നാലെയാണ് നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഡയറി ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു ടൈം ടേബിൾ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒന്നല്ലെങ്കിൽ ഇത് മടക്കി നമ്മുടെ പോക്കറ്റിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലെ സ്റ്റഡി ഏരിയയിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പിന്നെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എത്ര ദിവസം ക്ലാസ് ഉണ്ട്, ഓരോ ദിവസം എത്ര പീരീഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ മൺഡേ ടു സാറ്റർഡേ 1 to 7 പീരീഡ് വരുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൺഡേ എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാൻ പറ്റും. മുകളിലും വല്ല മാർക്കറൊക്കെ വെച്ച് എഴുതിയിട്ട് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റായി. ആൻഡ് അടുത്ത കാര്യം, പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റിമൈൻഡേഴ്സ് എഴുതി വെക്കാനാണ്. അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി. ഇപ്പോൾ ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ, പെൻസിലും പൗച്ചും എടുത്തോ, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തോ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എഴുതിയ പേപ്പർ ടേബിളിന്റെ മുകളിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കോമൺ ആയിട്ട് നോക്കുന്ന സ്ഥലത്ത് എടുത്ത് വെക്കുക. എന്നാലും നമ്മൾ മറക്കാതിരിക്കൂ. നെക്സ്റ്റ് തിങ്, പാക്ക് ആൻഡ് എമർജൻസി പൗച്ച്. ഈ ഒരു പോയിന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിലും പറയുന്നത്. എമർജൻസി പൗച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ്. സ്കൂളിലൊക്കെ പോയി പെട്ടെന്ന് പീരീഡ്സ് ആയി കഴിയുമ്പോൾ പാഡ് അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ, യൂണിഫോമിന്റെ ഒക്കെ വല്ല സ്റ്റിച്ച് വിട്ടുപോവുക, പാന്റ് ലൂസ് ആവുക വല്ലതും ചെയ്യുമ്പോൾ സേഫ്റ്റി പിൻ അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ, പെട്ടെന്നൊരു പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് മരുന്ന് അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ. ഈ വക സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എമർജൻസി പൗച്ച് ഉണ്ടാക്കുന്നത്. പാഡ്, ടിഷ്യൂ, ബാൻഡേഡ്, വെറ്റ് വൈപ്സ്, ക്ലിപ്പ്, ലിപ് ബാം, ചീർപ്പ്, പിന്നെ എന്തെങ്കിലും പെയിൻ റിലീഫ് ആയിട്ടുള്ള ജെല്ല്, പിന്നെ ഇതേപോലെ സ്പ്രേ, ഇങ്ങനെയുള്ള സകലമാന സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം മറക്കാതെ വെക്കണം, പൈസ അറ്റ്ലീസ്റ്റ് ഒരു 20-30 രൂപയെങ്കിലും മറക്കാതെ വെക്കുക. കാരണം ക്ലാസ്സിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് പൈസയൊക്കെ വേറെ ആൾക്കാരോട് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥ. ഈ ഒരു പൗച്ചിൽ സാനിറ്റൈസറും സേഫ്റ്റി പിന്നും കൂടെ വെക്കാൻ മറന്നിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. പൗച്ചായിട്ടില്ലെങ്കിലും ബാഗിൽ അങ്ങനെ വെച്ചാലും മതി. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു പൗച്ച് കാണിച്ചു തരാം. ക്ലാസ്സിലെ പീരീഡ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ പാഡും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചു പോകാൻ മടിയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പൗച്ചാണ് ഇത്. സംഭവം ഒരു പാഡ് പൗച്ചാണ്, ഉള്ളിലൊരു സെക്ഷനും വരുന്നുണ്ട്. അപ്പൊ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാമ്പോൺസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ വെക്കാം. പാഡ് നമുക്ക് ഇതേപോലെ വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ വാഷ്റൂം പോണ സമയത്ത് വല്ല കർച്ചീഫിൽ പൊതിഞ്ഞിട്ടോ പോക്കറ്റിൽ വെച്ചിട്ടൊക്കെ അല്ലേ കൊണ്ടുപോകാറുള്ളത്. ഇതുപോലെ ഒരു പൗച്ചായിട്ട് കൊണ്ടുപോവാണെങ്കിൽ ജസ്റ്റ് പൗച്ച് എടുത്തിട്ട് അങ്ങോട്ട് വാഷ്റൂമിൽ പോയാൽ മതി. ഈ ഒരു സാധനം എന്തായാലും വാങ്ങിയ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ്, പിക്ചർ യുവർ ഐഡിയൽ സ്കൂൾ ഇയർ. നമ്മൾ എല്ലാ വർഷവും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തലയിൽ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഈ ഒരു വർഷം ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ.
പക്ഷെ ആക്ച്വലി തലയിലുള്ള ആ പ്ലാനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ, റിയാലിറ്റിയിൽ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ദിസ് ഇയർ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാം. തലയിൽ ചെയ്യുന്ന ആ ഒരു പ്ലാനിങ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരും? ബൈ മേക്കിംഗ് എ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അതായത് നമ്മുടെ മൈൻഡിലുള്ള കുറച്ച് ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത്, പിക്ചേഴ്സ് മാത്രമല്ല കോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു കൊളാഷ് പോലെ ഉണ്ടാക്കുന്ന സംഭവമാണ് വിഷൻ ബോർഡ്. നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിർച്വൽ ആയിട്ടും ചെയ്യാം. വിർച്വൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫോണിൽ തന്നെ ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ വാൾപേപ്പർ ആയിട്ട് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും. പിന്നെ ഫിസിക്കലായിട്ട് ചെയ്യുന്നത് ആ ഒരു ഫോട്ടോസൊക്കെ പ്രിന്റ് എടുത്ത് ഒരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ വല്ല ക്യാൻവാസ് ബോർഡിലൊക്കെ ഒട്ടിച്ചിട്ട് വാൾസിൽ തൂക്കുന്നതാണ്. ഞാനിവിടെ വിർച്വൽ ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഡെയിലി വിഷ്വലി ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് തിങ്, മേക്ക് എ സ്റ്റഡി പ്ലാൻ. നമ്മളിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതും മാത്രം പോരല്ലോ, ഇതൊക്കെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ആൻഡ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റഡി റൂട്ടീൻ കോപ്പി അടിക്കാൻ വേണ്ടി നോക്കാതിരിക്കുക. അതായത് യൂട്യൂബിൽ പല പല ക്രിയേറ്റേഴ്സും ദ പെർഫെക്റ്റ് സ്റ്റഡി റൂട്ടീൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അതങ്ങനെ ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യാതിരിക്കുക. ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഐക്യൂ കപ്പാസിറ്റിയും വേറെ ആയിരിക്കും, നിങ്ങളുടെ ഐക്യൂ കപ്പാസിറ്റിയും വേറെ ആയിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം മാത്രം അറിയുള്ളൂ. സോ നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം, സ്കൂളൊക്കെ തുറന്ന് പഠിക്കണം, നല്ല കുട്ടി ആവണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. ഓ, ഞാൻ ഇപ്രാവശ്യം പഠിച്ച് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ. ആ ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ട് ദയവ് ചെയ്ത് ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കും, 10 മണിക്കൂർ പഠിക്കുന്നൊന്നും സ്റ്റഡി പ്ലാൻ ഇടരുത്. ഒരു ദിവസം നടക്കൂ, പിന്നെ അത് നടക്കൂല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് പകരം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം ഒരു 1 അവർ പഠിക്കും, വീക്കെൻഡിൽ ഒരു 2 അവർ പഠിക്കും. ഇനി ഗ്രാജുവലി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊണ്ടുപോകാമല്ലോ. പിന്നെ സ്റ്റഡി പ്ലാൻ എഴുതി വെച്ചാൽ മാത്രം പോരാ, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും കൂടെ വേണം. നെക്സ്റ്റ് തിങ്, ആൻഡ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയും കൂടെയാണ് ബാക്ക് ടു സ്കൂൾ സെൽഫ് കെയർ. ഈ വെക്കേഷൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു സംഭവമാണ്. അതായത് നമ്മളിങ്ങനെ ഡെയിലി സ്കൂൾ അല്ലെങ്കിൽ കോളേജിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായതായിട്ടോ അങ്ങനെ നമുക്ക് സ്വയം പോലും തോന്നാറില്ല. പക്ഷെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ചേഞ്ച് ഉണ്ടായാൽ പോലും ആൾക്കാർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. അതായത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പറയില്ലേ, നിന്റെ മുടി വളർന്നാ, അല്ലെങ്കിൽ നിന്റെ മുടി കളർ അടിച്ചാ, അല്ല നിന്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയല്ലോ, പുരുകമൊക്കെ നല്ല കട്ടി വന്നല്ലോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ആ അവസരം നമ്മൾ മുതലാക്കണം. നല്ല രീതിയിൽ സെൽഫ് കെയർ ചെയ്യുക. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ, നോർമൽ സ്കിൻ കെയർ, നല്ല എവറിത്തിങ് ഷവർ റുട്ടീനൊക്കെ ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആഫ്റ്റർ ഓൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. പുതിയൊരു ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ന്യൂ അഡ്മിഷൻ ഒക്കെ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ട് തിളങ്ങണ്ടേ. വെറുതെ പറഞ്ഞാട്ടാ. ആക്ച്വലി കാണാനുള്ള ഭംഗിയോ കാര്യങ്ങളോ ഒന്നും അല്ല, നമുക്ക് നല്ല രീതിയിൽ പ്രസന്റബിൾ ആയി നല്ല ഭംഗിയിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതാണ് ആക്ച്വലി ഉള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, പുറമേ ഉള്ള ഭംഗിയും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ മെന്റലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മെന്റലി നിങ്ങൾ ഫിറ്റ് അല്ലേ, ഓക്കെ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാൽ അടിമുടി നമുക്ക് സെറ്റ് ആയ പോലെ തോന്നും. പിന്നെ ഇടയിൽ കൂടെ ഞാനൊരു ബിഗ് സിസ്റ്റർ അഡ്വൈസും കൂടെ തരാം. എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസം അല്ലെങ്കിൽ നല്ല ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാനായിട്ട് ഭയങ്കര ത്വരയായിരിക്കും. അതായത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ തലേ ദിവസം മുഖത്ത് വല്ല ഫേസ് മാസ്ക് ഇടാനോ അല്ലെങ്കിൽ വല്ല ക്രീമൊക്കെ തേക്കാനോ ഇച്ചിരി സുന്ദരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തേക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇന്നേ വരെ നമ്മൾ മുഖത്ത് തേക്കാത്ത ഒരു സാധനവും ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളുടെ തലേ ദിവസം തേക്കാതിരിക്കുക. നല്ലൊരു ദിവസമായിട്ട് അതിന്റെ തലേ ദിവസം പുതിയ പുതിയ സാധനങ്ങളൊന്നും പരീക്ഷിക്കാതിരിക്കുക. വെളുക്കാൻ തേച്ചത് പാണ്ടാവൂന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, അത്രേ പറയാനുള്ളൂ. സോ അടുത്ത പോയിന്റ് ഈസ് ടു പ്രിപ്പയർ യുവർ സ്കൂൾ ഔട്ട്ഫിറ്റ്. പുതിയ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടിയില്ലെന്നൊന്ന് ഉറപ്പ് വരുത്തുക. രാവിലെ എടുക്കാൻ പാകത്തിന് അയൺ ചെയ്ത് വെക്കുക. പഴയ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്താം. ഇനി രണ്ടുമല്ല, കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തലേ ദിവസം തന്നെ എന്ത് ഔട്ട്ഫിറ്റ് ഇടുന്നുള്ളത് തീരുമാനിച്ചു വെക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് നന്നായിട്ടുള്ള അത് നന്നായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് സമയം പോകുന്ന വഴി അറിയും. പിന്നെ പഴയതായാലും പുതിയതായാലും യൂണിഫോം ആയാലും കളർ ഡ്രസ് ആയാലും അയൺ ചെയ്യാതെ ഒരിക്കലും സ്കൂളിലോ കോളേജിലോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകരുത്. നമ്മുടെ ഓവറോൾ ലുക്കിനെ തന്നെ അത് ബാധിക്കും. ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, മൊത്തത്തിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. സോ അയൺ യുവർ ക്ലോത്ത്. അടുത്തത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതെന്തായാലും ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്താ
കാര്യം, റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്യൂച്ചർ സെൽഫ്. ഫ്യൂച്ചർ സെൽഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 5-10 വർഷമുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എഴുതുന്നത്. ഈ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ദിവസം തുറന്ന് വായിക്കാനുള്ള ഒരു ലെറ്ററാണ് ഈ ഒരു ലെറ്റർ. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എഴുതുക. ഇതിൽ എന്തൊക്കെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതുക. ആൻഡ് ഓൾസോ ഈ ഒരു അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ ഗോൾസ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതും കൂടെ എഴുതുക. അപ്പോൾ അക്കാഡമിക് ഇയർ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ലെറ്റർ വായിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ എന്തൊക്കെ ഗോൾസാണ് സെറ്റ് ചെയ്തത്, എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, നമുക്ക് ബേസിക്കലി നമ്മളെ തന്നെ അസസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം എനിക്കിപ്പോൾ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. അതായത് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതേപോലെ ലെറ്റർ എഴുതാറുണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റ് ഉണ്ടാവാൻ പോകുന്ന ടൈമിൽ ഞാൻ ലെറ്റർ എഴുതാറുണ്ട്. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു നോട്ട്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പോലും ഞാൻ അങ്ങനെ എഴുതാറുണ്ട്. ഈ ഒരു നോട്ട്ബുക്ക് അവസാനിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്തിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ലെറ്റർ തുറന്ന് വായിക്കുന്ന ടൈമിൽ വല്ലാത്തൊരു ഫീലാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. ഞാനൊരു ക്യൂട്ട് എൻവലപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതായി ഗെറ്റ് ബാക്ക് ഇൻ ടു സ്കൂൾ മോഡ്. ഇത്രയും കാലം അറിയാലോ, വെക്കേഷൻ ആയിരുന്നു. തോന്നുമ്പോൾ ഉറങ്ങും, തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പോൾ കഴിക്കും, എപ്പോഴും ഫോൺ നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയാൽ നടക്കില്ല. പറയാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടാവും. ആ മര്യാദക്ക് ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കിടക്കടി എന്ന് പറഞ്ഞിട്ട്. എന്ത് കാര്യം, ഇതല്ലേ അവസ്ഥ. ലൈറ്റൊക്കെ ഓഫ് ആക്കും, എന്നിട്ട് ഫോൺ വെച്ചിതാ ഇതേപോലെ അങ്ങോട്ട് കിടക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഫോണൊക്കെ എടുത്ത് വെച്ചേ പറ്റൂ. ഇനിയിപ്പോൾ നമ്മുടെ പഴയ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും പ്രോപ്പറായിട്ട് ഫോൺ എടുത്ത് വെച്ച് കറക്റ്റ് സമയത്ത് ഉറങ്ങുക. കാരണം നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ഒക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ബി മെൻ്റലി പ്രിപ്പയർഡ് ഫോർ സ്കൂൾ. ഈ ഒരു പോയിന്റ് ഞാൻ ലാസ്റ്റ് ഇയർ വീഡിയോയിൽ മറക്കാതെ പറഞ്ഞൊരു കാര്യമാണ്. സോ ബേസിക്കലി നമ്മൾ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ റീ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ആൾക്കാർ. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അയ്യോ സ്കൂൾ തുറക്കാൻ പോകാമല്ലേ, ഇനിയിപ്പോൾ പോകണമല്ലേ, എനിക്ക് വയ്യ പോകാനായിട്ട്, അങ്ങനെ പറയുന്ന ആൾക്കാർ. നിങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് സ്കൂളിൽ പോവുക. ഇൻഫാക്ട് ഈ ഒരു ഹോൾ ഇയറും ഇതേ എനർജി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം. മെജോറിറ്റി ഓഫ് ദ ടൈം ഈ ഒരു ഫീൽ നമുക്ക് എങ്ങനെ തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് നല്ലൊരു കമ്പനി ഇല്ലാത്തപ്പോഴും അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ടൈമിലാണ് നമുക്ക് ഈ ഒരു ഫീലൊക്കെ തോന്നുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഒറ്റയ്ക്ക് നടക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് കുറേ മെമ്മറീസ് ഉണ്ടാക്കാം, അടിച്ചു പൊളിച്ച് നടക്കാം, അതൊക്കെ ആക്ച്വലി ശരി തന്നെയാണ്. പക്ഷെ എന്താ, നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഗ്രൂപ്പ് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടണം. അങ്ങനെ കിട്ടാതെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാളും കഷ്ടപ്പാടായിരിക്കും അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം എനിക്കൊരു എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 13 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തേപ്പ് കിട്ടിയത്. സോ അത്രയും വർഷം ഞാൻ ഫ്രണ്ട് നടന്നിട്ട് അവസാനം നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. സോ അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒറ്റയ്ക്ക് നടക്കുന്നതായിരുന്നു ബെറ്റർ എന്നുള്ളത്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്നൊന്നും വരില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തള്ള വൈബൊക്കെ ആയിട്ട് തോന്നും. കാരണം ആ ഒരു പ്രായത്തിൽ എൻ്റെ അമ്മ ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴും എനിക്ക് തള്ള വൈബൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ നമുക്ക് കുറേ സിറ്റുവേഷൻസും അനുഭവങ്ങളൊക്കെ ഉണ്ടായി, കുറേ ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറേ ശരിയുണ്ടെന്നുള്ളത് മനസ്സിലായത്. അതായത് ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമ്മുടെ ലൈഫിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഫ്രണ്ട്സും ഫ്രണ്ട് ഗ്രൂപ്പും മാത്രമേ നമ്മുടെ ലൈഫായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്നത് വളരെയധികം തെറ്റാണ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 8ാം ക്ലാസ്സിൽ ന്യൂ അഡ്മിഷനായിട്ട് വന്നൊരു കുട്ടിയായിരുന്നു. ആളുടെ പേരും എൻ്റെ പേരൊക്കെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ അവൾ എന്താ പറയുക, ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അതായത് എല്ലാവരോടും മിങ്കിളാവുമൊന്നുമില്ല, ആരോടും അധികം സംസാരിക്കുകയൊന്നുമില്ല, നല്ലപോലെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കും, സ്റ്റഡി ചെയ്യും, പക്ഷേ മാർക്സൊക്കെ കുറച്ച് ആവറേജ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. സോ അവൾക്ക് അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പേർത്ത് മിണ്ടും, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഭയങ്കര കട്ട ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല. എപ്പോഴും ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും നടക്കുക, ഫുഡ് കഴിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, മറ്റേ വാഷ്റൂം പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, കൈ കഴുകാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഇതെന്ത് ഇങ്ങനെ നടക്കുന്നത്, ഐ മീൻ ഫ്രണ്ട്സൊക്കെ ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നു. നമുക്ക് ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മെൻറ്റാലിറ്റിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഈവൻ കോളേജിലായി കഴിഞ്ഞാൽ അവൾ എൻ്റെ ജൂനിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഞാനിങ്ങനെ അവളെ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ആലോചിച്ചെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ അവളെ നോക്കുമ്പോൾ
ഐ റിയലി അഡ്മയർ ഹെർ. അതായത് ആ ഒരു പ്രായത്തിൽ ഇത്രയും ബോൾഡായിട്ട് ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട, എനിക്ക് എന്നെ മതി ഇത് പറഞ്ഞിട്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞ് നടന്നൊരു കുട്ടിയാന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഈ ഒരു പ്രായത്തിൽ ഐ റിയലി അഡ്മയർ ഹെർ. ഈ ഒരു എന്താ പറയുക റിയലൈസേഷൻ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. സോ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ട് കളയാതിരിക്കുക, തേപ്പ് പരിപാടിയൊന്നും ഇടയിൽ വെച്ച് കാണിക്കാതിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആലോചിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക. ഞാൻ ഓണസ്റ്റ്ലി നിങ്ങളുടെ ഒരു ചേച്ചി എന്നുള്ളൊരു നിലയ്ക്ക് പറയണം, അതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കുക. അതായത് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് മറ്റുള്ള ആൾക്കാർ തന്നെ വിചാരിക്കണം. നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല. സോ ആ ഒരു ടൈം നമുക്ക് നമ്മുടെ മേലെ തന്നെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ സംസാരിച്ച് ജോളി അടിച്ച് നടന്ന സമയം പോകുന്നതേ അറിയില്ല. പക്ഷെ ഒറ്റയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം നമ്മുടെ മേലിൽ തന്നെ ഫോക്കസ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ യൂട്യൂബ് തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നെ ഫോക്കസ് ചെയ്താണ് ഇങ്ങനെ ഒരു ചാനലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലുക്ക് അറ്റ് മീ നൗ. ഇപ്പോഴും നിങ്ങൾ കുറേ പേര് പറയാറില്ലേ ഡ്രീം ലൈഫാണ് ചേച്ചി ജീവിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ഡ്രീം ലൈഫ് ഞാനായിട്ട് സ്വയം വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. സോ നിങ്ങൾക്കും അങ്ങനെ പറ്റും. സോ ബേസിക്കലി വേറെ ഒന്നുമല്ല, ബി യുവർ ഓൺ ഫ്രണ്ട്. വേറെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട് ആവണമെന്നൊന്നും വാശി പിടിക്കാതിരിക്കുക. സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ് ആൻഡ് ബി യുവർ ഓൺ ഫ്രണ്ട്. ആൻഡ് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എനിക്കിനി ആരെയൊന്നും വേണ്ട, എനിക്ക് എന്നെ തന്നെ മതി എന്നൊക്കെ തോന്നി തുടങ്ങും. സോ എന്തായാലും അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നാളെ പുതിയൊരു ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഹോൾ ഇയർ നല്ല അടിപൊളിയായിട്ട് പോകട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എന്നുള്ളതൊക്കെ ഇത് കാണുകയാണെങ്കിൽ താഴെ കമൻറ്റൊക്കെ ചെയ്യുക. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഗൈസ്. ബൈ.